ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് ഞാൻ കിടുക്കാച്ചി ചലഞ്ച് ചെയ്യാൻ പോവാണ്. അത് മാത്രമല്ല വേറെ ഒരാളോടെ ഉണ്ട്. വാടാ. എന്റെ പേര് ഐദാൻ എന്നാണ്. അപ്പൊ ഇതാണ് നമുക്ക് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പൊ ഇന്നത്തെ ചലഞ്ചിന്റെ പേരാണ് ഗസ് ദ ഫുഡ് വിത്ത് ഇമോജി. കാണുന്ന ഇമോജീസ് കണ്ട് ഗസ് ചെയ്യണം. ഗസ് ചെയ്യാത്തവർക്ക് നല്ല അടിപൊളി പണിഷ്മെന്റ്സ് ഉണ്ട്. ഇഞ്ചി, മുളക്, നാരങ്ങ. അപ്പൊ ഗൈസ് നമുക്ക് എന്തായാലും ചലഞ്ചിലോട്ട് പോവാം. അപ്പൊ ഗൈസ് ഞാനാണ് ഐദാൻക്ക് കാണിച്ചെടുക്കുന്നത്. ഐദാൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പണിഷ്മെന്റ് കൊടുക്കും. ഗൈസ് ഞാൻ ആദ്യം കാണിച്ചെടുക്കുന്നത് ഇതാണ്. അപ്പൊ ഐദാൻ കാണിച്ചെടുക്കുന്നത് ഓംലെറ്റ് കേക്ക്. അതെന്തൊക്കെ പറയാം? പാൻ കേക്ക്. പണിഷ്മെന്റ്. അപ്പൊ ഗൈസ് ഞാൻ ഐദാൻക്ക് ഒരു വലിയ എന്താ പറയുക മുളക് എടുത്തിട്ടുണ്ട്. ചെറുതോടി ഇല്ല, അത് കഴിച്ചേ ഫുള്ള് കഴിക്കണം കേട്ടോ. ഫുള്ള് കഴിച്ച് തീർക്കണം. ഫുൾ തീർക്കണം. വെള്ളമൊന്നും തരില്ല. ഗൈസ് അവൻ രക്ഷപ്പെട്ട് ഓടി കളിക്കാ. അപ്പൊ ഗൈസ് നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം. ഓക്കെ, അടുത്ത റൗണ്ടിലേക്ക് പോവാം. ഇത്രയും കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഗൈസ് ഞാൻ അടുത്തത് കാണിക്കാൻ പോകുന്നത് ഇതാണ്. സ്ട്രോബെറി മിൽക്ക് ഷേക്ക്. കറക്റ്റ്, ശരി. അടുത്ത റൗണ്ടിൽ ഞാൻ പിടിക്കും പിന്നെ. ഞാൻ ഇതാണ് കാണിച്ചെടുക്കാൻ പോകുന്നത്. ഇതെങ്കിലും അവനക്ക് കിട്ടൂല കേട്ടോ. ഇതാണ് എന്താ വൈറ്റ് ചോക്ലേറ്റ്. ഗൈസ് തെറ്റാണ്. കോട്ടൺ കേൻഡിയാണ് കൊടുക്കാൻ പോകുന്നത്. അത് തന്നെയാട്ടോ. ഓക്കെ, ഞാൻ വേറെ എന്തെങ്കിലും കൊടുക്കാം. ഇഞ്ചിയാണ് കേട്ടോ. വലിയ ഇഞ്ചി കേട്ടോ. ചെറിയ ഇഞ്ചി അടി. ഇല്ല, ഞാനതൊന്നും തരില്ല. ഞാൻ എന്തെല്ലാം തരും. അപ്പൊ ഗൈസ് എല്ലാവരും തുപ്പി കളയാണ്. അവന്റെ ഐഡിയയില് തുപ്പി കളയണമെന്ന് തോന്നണ്. എല്ലാം ഞാൻ വലുതായിട്ട് കൊടുക്കോളൂ. ഏതായാലും ഓർമ്മയോടെ ഉള്ളു. അത് എനിക്ക് മുട്ടൻ പണിയാണ് കിട്ടിയത്. ഇഞ്ചി വലിയ ഇഞ്ചി ഒക്കെ അവള് തന്നു. അപ്പൊ ഗൈസ് നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോവാം. ഞാൻ ഈ കാണിക്കുന്നതൊക്കെ നിങ്ങളും കമന്റിൽ ഗസ് ചെയ്യണം കേട്ടോ. അടുത്തത് ഈ സാധനം കേട്ടോ. ഇത് എനിക്ക് കിട്ടൂലെന്ന് തോന്നുന്നു. ഇതാണേ എന്നിട്ടായിരിക്കും ഒനിയൻ ഡയമണ്ട്. ഓണിയൻ റിങ്. അടുത്തത് ഞാൻ കൊടുക്കാൻ പോകുന്നത് ഈ പ്രാവശ്യം ഞാൻ ചെറുത് കൊടുക്കാം കേട്ടോ. അത് ആരെങ്കിലും നല്ല കട്ടിയുള്ള മുളകാട്ട എനിക്ക് തന്നാണ്. ഈ പ്രാവശ്യം മുളക് തന്നെയാണ്. അടുത്ത റൗണ്ടിലോട്ടോ ആട്ടോ ഗൈസ്. അപ്പൊ ഗൈസ് അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതാട്ടോ. ഓക്കെ, ഇതാണ് ഗോൾഡ് ഫിഷ്. ഓക്കെ, കറക്റ്റ് ആൻസർ ആട്ടോ ഗൈസ്. ഗോൾഡ് ഫിഷ്. അപ്പൊ ഗൈസ് അവിടെ നല്ല ചൂടാറിനോട്ട് ഞങ്ങള് ഇവിടേക്ക് മാറിയുണ്ട്. അടുത്ത റൗണ്ട് ഞാൻ തന്നെയാണ്. ഇതാണ് കേട്ടോ. അപ്പൊ ഇതാണ് head puppy.
പപ്പി അല്ല, ഹോട്ട് പപ്പിയാണ്. ഹോട്ട് ഡോഗ് ആണിത്. അപ്പൊ ഗൈസ് ഇവൻ തെറ്റുത്തരാണ് പറഞ്ഞത്. ഇത് ഹോട്ട് ഡോഗ് ആണ്. അപ്പൊ നമുക്ക് പനിഷ്മെന്റ് കൊടുത്താലോ? ഈ പ്രാവശ്യം ഇത് രണ്ടല്ലായിരുന്നു കൊടുത്തത്. ഇപ്പൊ ഇത് കൊടുക്കാം. അത് ഫുള്ള് തിന്നോ. നീരിറക്കി കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് തുപ്പാൻ പോകുന്നത്. നല്ല പുളിയല്ലോ ഗൈസ്. ഇവിടെ പറഞ്ഞ കേൾക്കൂല. കുറച്ച് നല്ലതായില്ല. അടുത്ത റൗണ്ടിലോട്ട് വന്നു. അടുത്ത റൗണ്ട് ഇതാണ്. കാണിച്ചെടുക്കാം. ഇതാണ് കുറച്ച് പാടാ ഗൈസ് പറയാം. സിമ്പിൾ ഉള്ള വേർഡാണ്. കുറച്ച് വെയിറ്റ് ചെയ്താൽ എനിക്ക് പറയാൻ പറ്റും. പറയട്ടെ. ഫ്രൂട്ട് സ്പഞ്ച്. ഇതാണ്. ഈ പ്രാവശ്യം ഇവർക്ക് ഇതൊക്കെല്ലാം കൊടുക്കണം. പിന്നെ നമുക്ക് കുറച്ച് ഇത് കൊടുക്കാം. വേണ്ട, കണ്ണ് തള്ളിപ്പോണ്ട്. ഞാൻ എടുത്തരാം. ഈ പ്രാവശ്യം കുറച്ചെടുക്കാം. എന്തായാലും നല്ല സിമ്പിളായി. അടുത്ത റൗണ്ടിലോട്ടോ വാട്ട ഗൈസ്. അപ്പൊ ഗൈസ് അടുത്ത റൗണ്ട് ഇതാണ്. കാണിച്ചെടുക്കാം. ഇതന്നെ ലെമൺ ടീ. കറക്റ്റ് ആൻസർ പറഞ്ഞത്. ലെമൺ ടീ കറക്റ്റ് ആൻസർ ആണ്. അടുത്ത റൗണ്ടിലോട്ടോ. അടുത്ത റൗണ്ട് ഇതാണ്. ഫ്രഞ്ച് ഫ്രൈസ്. അടുത്തത് ഉണ്ടോന്നോ? ശരി ഉത്തരം. അപ്പൊ ഗൈസ് അടുത്തത് ഇതാണ് കേട്ടോ. ഏതാണ്? ബബിൾ ടീ. ശരി ഉത്തരം ഗൈസ്. ഇത്തോളിന ശരി ഉത്തരം പറഞ്ഞു ഗൈസ്. ബബിൾ ടീ ആണ് ശരിയാണ്. നെക്സ്റ്റ് റൗണ്ട് ഇവന്റ് ആണ്. അല്ല, നെക്സ്റ്റ് റൗണ്ട് ഇവന്റ് ആണ്. ബനാന ഹാൻഡ്. ബനാന സ്പ്ലിറ്റ് ആണ് ഗൈസ്. ഇത് ബനാന സ്പ്ലിറ്റ്. ഇവള് തെറ്റുത്തരാണ് പറഞ്ഞത്. അപ്പൊ ഗൈസ് ബനാന സ്പ്ലിറ്റ് എന്ന് പറയുന്നത് ഈ സാധനം ഉണ്ട് ഗൈസ്. അപ്പൊ ഇവൾക്ക് പണിഷ്മെന്റ് കൊടുക്കാം. ഗൈസ് ഇവൾ ഫുള്ളും തിന്നില്ലെങ്കിൽ ഇവൻ കൊറേ പ്രാവശ്യം കളഞ്ഞതാണ്. ഞാൻ കളയും. ഇത് കടി അടിച്ചിട്ട് ഇവിടെ കള്ളത്തരമുണ്ട് ഗൈസ്. മര്യാദക്ക് അടിച്ചു പോണം. കൊള്ളത്തരി ഫുള്ളും ഇങ്ങോട്ട് ഇറങ്ങിക്കോ. അപ്പൊ ഗൈസ് അവള് പോയിട്ടുണ്ട്.
അവളെ കള്ളത്തരം കാണിച്ചാൽ വെറുതൊന്ന് ചോദിച്ചിട്ട് അവിടെ തുപ്പിക്കളയാൻ പറ്റാം. 2,000 years later. ഗൈസ് ഫുഡ് കഴിക്കേണ്ട ആവശ്യമുണ്ടാവുന്നത്. അപ്പൊ ഗൈസ് നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോവാം. അപ്പൊ ഗൈസ് ഞാൻ ഇയാൾക്ക് കാണിച്ചു കൊടുക്കാൻ പോകുന്നത് ഇതാണ് കേട്ടോ ഗൈസ്. ഇവള് ഇത് ചെയ്യുമെന്ന് നോക്കാം. ചീസ് കേക്ക്. ഗൈസ് ഇവള് കറക്റ്റ് ഉത്തരം പറഞ്ഞിരിക്കുന്നു ഗൈസ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോവാം. അപ്പൊ ഗൈസ് നെക്സ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് ഇതാട്ടോ ഗൈസ്. മിയാക്ക് കാണിച്ചു കൊടുക്കാൻ പോകുന്നതിന് നീ പറയുമെന്ന് നമുക്ക് നോക്കാം ഗൈസ്. നീ പറയുമോ നോക്കാം. കുറച്ച് സമയം കൊടുത്തേക്കാം. ബ്ലാക്ക് ചോക്ലേറ്റ്. ഗൈസ് ഇത് മിയ തെറ്റ് ഉത്തരാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ബ്ലാക്ക് ചോക്ലേറ്റ് അല്ല, ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഗൈസ്. ഗൈസ് ഇവള് തെറ്റുത്തരാണ് പറഞ്ഞിരിക്കുന്നത്. ബ്ലാക്ക് ചോക്ലേറ്റ് അല്ല, ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഗൈസ്. ഇതാണ് ഡാർക്ക് ചോക്ലേറ്റ്. അപ്പൊ നമുക്ക് മിയാക്ക് പണിഷ്മെന്റ് കൊടുക്കാം. ചെറുതോനെ ചെറുത്തേ ഇവള് കൊള്ളത്തരം കൂടി കാണിക്കാൻ നീ ഫുള്ളും കുടിച്ചിട്ട് പോവാണ്. ഇതില്ലാട്ടോ ഗൈസ്. നോക്കുന്നു ഗൈസ് ഇവള് ഇതൊക്കെ തിന്നണൂട്ടോ ഗൈസ്. സീരിയള്. അപ്പൊ ഗൈസ് നെക്സ്റ്റ് റൗണ്ടിലേക്ക് നോക്കുക. അപ്പൊ ഗൈസ് ഞാൻ നെക്സ്റ്റ് കാണിച്ചു കൊടുക്കുന്നത് ഇതാട്ടോ ഗൈസ്. നീ കാണിച്ചു കൊടുക്കാം. ചീസ് ബർഗർ. ഗൈസ് ഇതാണ് ഇവള് ശരി ഉത്തരാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ചീസ് ബർഗർ. ഇതാണ് കറക്റ്റ്. ഇത് കറക്റ്റ് ഉത്തരാണ് ഗൈസ്. നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോവാം. അപ്പൊ ഞാൻ കാണിച്ചു കൊടുക്കാൻ പോകുന്നത് ഇതാട്ടോ ഗൈസ്. നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാം. നീ ഉത്തരം പറയാൻ നോക്കല്ലേ. അല്ല 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 അല്ല. റെഡ് ബുൾ. ഗൈസ് ഇത് ശരി ഉത്തരാണ്. ഈ ഇവള് പറഞ്ഞിരിക്കുന്നത് റെഡ് പുള്ളോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് ഇത് റെഡ് പുള്ളാണ് ഗൈസ്. എനിക്കിതൊരു. അപ്പൊ ഗൈസ് ഇത് ചെറുതായിട്ടാണ് തെറ്റിയിട്ടുള്ളത്. അപ്പൊ ചെറിയ സാധനം കൊടുക്കാം. നല്ല എരിവുള്ള സാധനമാണ്. എനിക്ക് വേണ്ട. ഗൈസ് ഇവള് കഴിക്കണ്ട ഗൈസ്. ഇവൾക്ക് ഇത് എക്സ്പ്രഷൻ ഒന്നും ഇല്ല കേട്ടോ ഗൈസ്. ഇവള് നന്നായിട്ട് കഴിക്കണ്ടേ. വലിയ സീൻ ഗൈസ്. ഗൈസ് ഇവള് കഴിച്ചിട്ട് ഇവള് കഴിച്ചു ഗൈസ്. അപ്പൊ നെക്സ്റ്റ് റൗണ്ടിലേക്ക് നമുക്ക് പോവാം. അവള് വെള്ളം കുടിക്കാൻ പോയക്ക് ഇത് വരിയിട്ട് വന്നോളാ. നമുക്ക് ഇച്ചിരി നേരം വെയിറ്റ് ചെയ്യാം. അപ്പൊ ഗൈസ് അവള് വന്നിട്ടോ ഗൈസ്. നെക്സ്റ്റ് ഞാൻ മിയാക്ക് കാണിക്കാൻ പോകുന്നത് ഇതാട്ടോ ഗൈസ്. മിയാക്ക് കാണിച്ചു നോക്കാം. പറയാൻ നോക്കാം. മതി. കിട്ടലാന്നാണ് പറയുന്നത്. ഇത് ഗൈസ് ശരിക്കും ഇത് ഫിഷ് സൂപ്പ് എന്നാണ് ഗൈസ്.
കണ്ടോ ഫിഷ് സൂപ്പാണ് ഗൈസ്. പണിഷ്മെന്റ് ഇതാട്ടോ ഗൈസ്. നാരങ്ങ തീരാറ് ഒരെണ്ണം കൂടി ഉള്ളു ബാക്കി. അതേന്ന് നാരങ്ങ പിന്നെ എനിക്കിത് എൻജോയ് ആണ്. അപ്പൊ ഗൈസ് ഇവള് പറയുന്നത് നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോവാനാണ് ഗൈസ്. അപ്പൊ ഗൈസ് ഞാൻ നെക്സ്റ്റ് കൊടുക്കാൻ പോകുന്നത് ഈ സാധനം കേട്ടോ. ഇതാട്ടോ ഇവള് പറയാന്ന് നോക്കാം നമുക്ക്. ദിവ്യ ഗൈസ് ഇവള് അറിയില്ല എന്നാണ് പറഞ്ഞേക്കുന്നത് ഗൈസ്. ഇത് ശരിക്കും ഓറഞ്ച് ആണ് ഗൈസ്. ഇവൾക്ക് പണിഷ്മെന്റ് കൊടുക്കണം ഗൈസ്. പണിഷ്മെന്റ് എന്തൊക്കെയായിരിക്കും? അയ്യോ ഇതാണ് ഞാൻ കൊടുക്കുന്നത്. ഇതാണ് അപ്പൊ ഗൈസ് ഇവള് പറഞ്ഞേക്കുന്നത് അടുത്ത റൗണ്ടിലേക്ക് വന്നാണ്. അടുത്ത റൗണ്ടിലേക്ക്. അപ്പൊ ഗൈസ് ഞാൻ നെക്സ്റ്റ് കാണിച്ചു കൊടുക്കാൻ പോകുന്നത് ഇതാട്ടോ. ഇത് ഓർമ്മ ഗൈസ് ഇവള് പറഞ്ഞേക്കുന്നത് തെറ്റുത്തരാട്ടോ. ശരിക്കും ഗൈസ് ഇത് പംകിൻ പയ്യാട്ടോ ഗൈസ്. എനിക്ക് പണിഷ്മെന്റ് കൊടുക്കാം. ഇതാണ് ഞാൻ പണിഷ്മെന്റ് കൊടുക്കാൻ പോകുന്നത്. ഇവള് തിന്നോന്ന് അറിയില്ല ഗൈസ്. ചെറുതായിട്ട് കടിക്കുന്നു. അപ്പൊ ഗൈസ് നെക്സ്റ്റ് റൗണ്ടിലേക്ക് നോക്കുക. അപ്പൊ ഗൈസ് ഞാൻ നെക്സ്റ്റ് മിയാക്ക് കാണിച്ചു കൊടുക്കാൻ പോകുന്ന ഇതാട്ടോ ഗൈസ്. കാണിച്ചു കൊടുക്കാം. അവള് പറയുമോ നോക്കാം. അറിയില്ല ഗൈസ്. ഇത് മറ്റേ കോൺഫ്ലെക്സ് ആണ് ഗൈസ്. കോൺഫ്ലെക്സ്. ഇവൾക്ക് പണിഷ്മെന്റ് നമുക്ക് കൊടുക്കാം ഗൈസ്. ഗൈസ് ഞാൻ മുളകാണ് ഗൈസ് കൊടുക്കാൻ പോകുന്നത്. ഇത് ഫുൾ ഞാൻ തീർത്തുന്നു ഗൈസ്. ഇതൊക്കെ തിന്നുന്നാണ് പറയണം. പിന്നെ ഇത്രയിട്ട് ഇവിടെ ഗൈസ് ഞാൻ ഇവൾക്ക് ഇതായിട്ടോ കാണിക്കാൻ പോകുന്നത്. പറ ഒച്ച പറ. ഒച്ചിരി കൂടി ഗൈസ്. പോക്കാനാണ് ശരി തരാൻ. അപ്പൊ ഗൈസ് മിയ കഴിഞ്ഞ റൗണ്ടിൽ എരിഞ്ഞ് ചത്തെടുക്കാണ് ഗൈസ്. എങ്ങനെയുണ്ട് മിയ? സൂപ്പർ. ഇവിടെ അറിയുന്നത് സൂപ്പറായിരുന്നു കേട്ടോ ഗൈസ്. അപ്പൊ ഗൈസ് ഇനി ഇങ്ങനത്തെ ചലഞ്ച് വേണമെങ്കിൽ താഴത്ത് കമന്റ് ചെയ്യ്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ബൈ.